ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആച്ചീസ് കുക്ക് വേൾഡ്. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഫ്രൈഡ് ചിക്കൻ ബണ്ണാണ്. നമുക്ക് ഓവനൊന്നും വേണ്ട, കുക്കറോ അല്ലെങ്കിൽ കടായിയോ ഒന്നും വേണ്ട. ബൺ നമുക്ക് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അതിൻ്റെ കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ടേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും സജഷൻസും താഴെയുള്ള കമൻറ്റ് ബോക്സിലും ഇടാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഞാൻ ഇവിടെ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ഈസ്റ്റ്. അതേപോലെ തന്നെ പഞ്ചസാര 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനാവശ്യമുള്ള അത്ര ഉപ്പ്, ഞാൻ ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിന് ശേഷം ഇനി ഇതിലേക്ക് 1 മുട്ട, ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട വേണ്ട എന്നുള്ളവർക്ക് അതിൽ തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു ചൂടുവെള്ളം, കൈയിട്ട ചൂടുണ്ടെന്ന് അറിഞ്ഞാൽ മതി, അതേപോലെ ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് നല്ലൊരു സോഫ്റ്റ് ഡോ ആവുന്ന വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചെടുത്ത് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നല്ല രീതിയിൽ കുഴച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ നല്ല രീതിയിൽ കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ സൈഡിലോട്ടും അകത്തേക്ക് ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കണം. അകത്തോട്ട് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത്, അപ്പോൾ ഇതിനുള്ള എയർ ബബിൾസൊക്കെ പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് നമുക്ക് ഇത് 1 മണിക്കൂർ നമുക്ക് വെച്ച് വയ്ക്കണം, ഈ മാവൊന്ന് പൊങ്ങി വരാൻ. അപ്പോൾ ഞാനിപ്പോൾ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഉണ്ടല്ലോ, ഈ പാത്രത്തിൽ ഒരു ഇച്ചിരി എണ്ണ തടവി കൊടുക്കാം. അപ്പോൾ ഇത് പൊങ്ങി വന്നതിന് ശേഷം സൈഡിലൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാത്രത്തിൽ ഇനി ആ മാവിലും കൂടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഞാനൊരു ചെറിയൊരു നനവുള്ള ഒരു തുണി വെച്ചിട്ട് ഇതിനെ ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് 1 മണിക്കൂർ വെച്ചേക്കാം. ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വെച്ചേക്കാം. ആ ടൈമിനുള്ളിൽ ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. കുക്കറിലോട്ട് ആ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം, ഇതിൻ്റെ അകത്ത് ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചിക്കൻ പീസസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ചിക്കൻ ഒരുപാട് കൂടുതലുണ്ട് കേട്ടോ, ഫില്ലിങ്ങിനെയും കാട്ടി കുറച്ച് ബാക്കി വരും നമുക്ക്. ഇനി ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങും. അതേപോലെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും കൂടെ നമുക്ക് ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു കൊടുത്ത് ഇത് ഒരു 2 വിസിൽ വരെ വേവിക്കാം. കണ്ടോ, ഞാനിത് വേവിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് കൊച്ചു പീസുകളാക്കണം. ഞാൻ ഇതേപോലെ കൊച്ചു പീസുകളാക്കിയിട്ടുണ്ട്. ഇനി ഒരു കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുത്തിട്ട് ഇതിപ്പോൾ കടായി ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് 1 ടേബിൾ സ്പൂൺ വരുന്നത്ര ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് ചതച്ചെടുത്ത് അത് നല്ല രീതിയിലൊന്ന് മൂക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഞാനിതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞ്, ഒരു മീഡിയം സൈസ് സവാള, അത് നന്നായിട്ട് വഴറ്റി ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആകണം. ഇത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ച് ചിക്കൻ സ്റ്റോക്ക്, ആ വെള്ളം ഉണ്ടല്ലോ, അത് കളയണ്ട. അപ്പം അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പം ഞാൻ സവാളയിൽ ഉപ്പിട്ടിട്ടില്ല, ആ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ട്. ഇത് ആ വെള്ളം നല്ല രീതിയിൽ വറ്റി വരുമ്പോൾ ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും, ഇത് ഇത്രയും കൂടെ ഇട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം വറ്റിയതിന് ശേഷം മാത്രമേ ഈ മസാലപ്പൊടികൾ ഇടാവുള്ളൂ. പിന്നെ ഇതിൽ സ്പൂൺ വിനെഗർ ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ തക്കാളിയൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ ആ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ നമ്മൾ അരിഞ്ഞു വെച്ച് കൊച്ചു പീസാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ആ മസാലയായിട്ട് യോജിച്ച് കിട്ടിയാൽ മതി. ഇനി ഞാൻ ഇവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂറായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവാണ്. കണ്ടോ, നല്ല രീതിയിൽ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് ഈ മാവ്. അപ്പം നമുക്ക് ഇനി ഇത് ഒന്നും കൂടെ ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ആ എയറൊക്കെ പോയിട്ട് ഇതൊന്നും കൂടെ ഒരു 5 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം. ഇനി കൗണ്ടർ ടോപ്പിലോട്ട് ഞാൻ കുറച്ച് എണ്ണ, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കണം. ഒഴിച്ചിട്ടൊന്ന് എണ്ണ അവിടെ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് കുഴച്ചിട്ട് ഇതിനെ കൈ വെച്ച് നമുക്കൊന്ന് റോൾ ചെയ്ത്, അതായത് ചെറിയ ചെറിയ ബോൾസ് ആക്കണം. ചെറിയ ചെറിയ ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു നീളത്തിന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമുക്കൊരു പിച്ചാത്തി ഉപയോഗിച്ചിട്ട് ഇതിനെ കട്ട് ചെയ്ത് ബോൾസ്, ഈക്വൽ പീസുള്ള ബോൾസാക്കി മാറ്റാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ഈക്വലായിട്ടുള്ള പോർഷൻസിന് കിട്ടും. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഈ 1 മണിക്കൂർ മതി കേട്ടോ ഈ മാവൊന്ന് പ്രൂവ്. ആ ഒരു സമയം മാത്രമേ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ബോൾസൊക്കെ തയ്യാറാക്കി കണ്ടോ, ഞാനിത് ഈക്വലായിട്ട് ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബോൾ ഒന്ന് കൈ വെച്ച് പതുക്കെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങ് ഒരുപാട് സ്പ്രെഡ് ആവുകയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അകത്ത് കുറച്ച് ഫില്ലിങ്ങേ വെക്കാവുള്ളൂ. ഒരുപാട് ഫില്ലിങ് വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ പുറത്തോട്ട് ലീക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ഫില്ലിങ് എപ്പോഴും ഡ്രൈ ആയിരിക്കണം, ഒരിക്കലും വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യരുത്. അപ്പം ഇതേപോലെ 4 സൈഡിൽ നിന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഫോൾഡ് ചെയ്ത് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് കറക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതെല്ലാ ഭാഗവും ഒന്ന് ചേർന്ന് കിട്ടും. എന്നിട്ട് ഇതിനെ ഒരു ബോളാക്കി എടുത്തിട്ട് ഒന്ന് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ബോളാക്കി തന്നെ നമുക്കത് വെക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ബണ്ണിൻ്റെ ഷേപ്പ് കിട്ടുമല്ലോ. അപ്പോൾ ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം ഫില്ലിങ് വെച്ചിട്ട് ഇനി നമുക്ക് വീണ്ടും ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ ഈ മാവ് നല്ല രീതിയിൽ കണ്ടോ, എല്ലാ ബോൾസും നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കടായിലോട്ട് വളരെ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ ബോളിലും ഇട്ട് കൊടുക്കാം. ഓരോ ബോൾ വീതം ചെയ്ത് കൊടുക്കുന്നതിന് കുറച്ചും കൂടെ ബെറ്റർ. അതാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ സൈഡും നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എണ്ണ ഇതിലോട്ട് സ്പ്ലാഷ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ എല്ലായിടവും ഒന്ന് ഒരേപോലെ, ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഇതാകുമ്പോഴത്തേക്കും ഉള്ളും കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് നല്ല രീതിയിൽ ഒന്ന് ചെറിയ ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡും അതേപോലെ ആക്കി കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം. കണ്ടോ, എൻ്റെ ഇതിപ്പോൾ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ബണ്ണിൻ്റെ അതേ കളറായി കിട്ടിയില്ലേ. അപ്പോൾ ഇതിനി കോരിയെടുക്കാം. ഇത് എടുത്തിട്ട് നമുക്ക് സെർവിങ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇനി ഇതേപോലെ ഞാൻ ബാക്കി എല്ലാ ബൺസും ഇതേപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ എൻ്റെ എല്ലാ ബണ്ണും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേ കട്ട് ചെയ്തും കാണിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടില്ലേ, എളുപ്പത്തിന് തയ്യാറാക്കാമല്ലോ. ഇതേപോലെ തന്നെയാണ് നമ്മൾ കടകളിൽ പോയി ബേക്കറിയിൽ പോയിട്ട് നമ്മൾ അതായത് ചിക്കൻ റോളൊക്കെ മേടിക്കത്തില്ലേ, അത് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഷേപ്പ് വ്യത്യാസമായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വീട്ടിൽ നമുക്ക് കുട്ടികൾക്ക് തന്നെ പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.